മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന്റെ സഫുകൾ ശരിയാക്കുകയായിരുന്നു. സവാദ് റളിയല്ലാഹു അൻഹു സഫിൽ നിന്ന് അല്പം തെറ്റി നിന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വടികൊണ്ട് സവാദിന്റെ ഉദരത്ത് മെല്ലെ തട്ടി സഫ് ശരിയാക്കാൻ നിർദ്ദേശിച്ചു. അല്പസമയം കഴിഞ്ഞതേയുള്ളൂ. സഹാബികൾക്കിടയിൽ നിന്ന് ശബ്ദം കേട്ടു. ഓ നബിയെ, അങ്ങേ അല്ലാഹു കാരുണ്യവാനാക്കിയിട്ടല്ലേ വായിച്ചത്? അങ്ങ് എന്റെ ഉദരത്ത് തട്ടിയപ്പോൾ എനിക്ക് വല്ലാതെ വേദനിച്ചു. ഇത് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ എനിക്ക് അപ്രകാരം തന്നെ പ്രതികാരം ചെയ്യണം. സഹാബികൾ ഇത് കേട്ട് പൊട്ടിത്തെറിച്ചു. മുത്തുനബിയോട് പ്രതികാരം ചെയ്യാനോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചു. വടി സവാദിന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, ദാ സവാദേ, പ്രതികാരം ചെയ്യൂ. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങ് എന്നെ കുത്തിയപ്പോൾ എന്റെ ഉദരം നഗ്നമായിരുന്നു. അപ്രകാരം തന്നെ എനിക്ക് പ്രതികാരം ചെയ്യണം. സഹാബികൾ കോപം കൊണ്ട് ശുഭിതരായി. പക്ഷേ മുത്തുനബിയുടെ വാക്കിന് അവർ മൗനം പാലിച്ചു. തിരുദൂതർ ആ പുണ്യമേനി വെളിവാക്കി. എന്തൊരു സൗന്ദര്യം! ചന്ദ്രനെ നാണിപ്പിക്കുന്ന ആ പുണ്യ ശരീരം. ഇത് കണ്ടപ്പോൾ സവാദിന്റെ കയ്യിൽ നിന്ന് ആ വടി താഴോട്ട് വീണു. സവാദ് ഓടിച്ചെന്നുകൊണ്ട് മുത്തുനബിയോട് ആ പുണ്യമേനിൽ തന്റെ മുഖം വെച്ച് ചുംബിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണ് സവാദേ ഇത്? സവാദ് റളിയല്ലാഹു അൻഹു മറുപടി നൽകി, അങ്ങയുടെ ഈ പുണ്യമേനി, ഈ സവാദിന്റെ ശരീരം ഒന്ന് സ്പർശിച്ചാൽ ആ ഭാഗമെങ്കിലും നരകാഗ്നിയിൽ എത്തുകയില്ലല്ലോ. ഈ അവസാന നിമിഷത്തിൽ ഞാൻ അതിനു വേണ്ടി കാത്തു നബിയെ. സഹാബികൾ സവാദിന്റെ ഭാഗ്യം കണ്ട് പൊട്ടിക്കരഞ്ഞു. നോക്കൂ സുഹൃത്തുക്കളെ, സഹാബത്തിന് മുത്തുനബിയോട് എന്തൊരു സ്നേഹമാണുള്ളത്. ഇതുപോലെ ഞങ്ങളും മുത്തുനബിയെ